ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ടോപ്പിക്കിലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളിലെ 4ാമത്തെ ഭാഗമാണ്. ഓക്കെ, അപ്പം നമ്മൾ 3 ഭാഗങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്താണ്, ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ എന്താണ്, ബംഗാൾ വിഭജനം, സ്വദേശി പ്രസ്ഥാനം, റൗലറ്റ് ആക്ട്, സ്വരാജ് പാർട്ടി തുടങ്ങി നമ്മൾ കുറേ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തു. എടുത്ത ടോപ്പിക്കുകളെല്ലാം നമ്മുടെ ഭാഗം 1, 2, 3 എന്നീ ഭാഗങ്ങളിലുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് ഓഫർ, ഓൾ ഇന്ത്യ കിസാൻ സഭ, ക്രിപ്സ് മിഷൻ, ഇന്ത്യൻ നാഷണൽ ആർമി തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ടോപ്പിക്ക്? നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ടോപ്പിക്കിലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളിലെ ഭാഗം 4 ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. ആദ്യത്തെ ചോദ്യം, ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ലിൻലിത്ഗോ പ്രഭു, ഓപ്ഷൻ ബി വേവൽ പ്രഭു, ഓപ്ഷൻ സി ലിട്ടൺ പ്രഭു, ഓപ്ഷൻ ഡി റിപ്പൺ പ്രഭു. ഓക്കെ, ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണെന്നാണ് ചോദ്യം. ലിൻലിത്ഗോ പ്രഭു ആണോ, വേവൽ പ്രഭു ആണോ, ലിട്ടൺ പ്രഭു ആണോ, അതോ റിപ്പൺ പ്രഭു ആണോ? ആരാണ്? The right answer is option A, ലിൻലിത്ഗോ പ്രഭു. അപ്പോൾ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? ലിൻലിത്ഗോ പ്രഭു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? ലിൻലിത്ഗോ ആണ് അല്ലേ. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1940 ഓഗസ്റ്റ് 8-നാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത്. 1939 2ാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ നേടുന്നതിന് വേണ്ടി നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. എന്താണ് ഓഗസ്റ്റ് ഓഫർ? 1939 2ാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ നേടുന്നതിന് വേണ്ടി നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് പുത്രിക രാജപദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭയും രൂപവൽക്കരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയുണ്ടായി. ഏതുവഴി? ഓഗസ്റ്റ് ഓഫർ വഴി അല്ലെ. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1940 ഓഗസ്റ്റ് 8-നാണ് അല്ലെ. നമ്മൾ പറഞ്ഞു എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങളാണ് ഓഗസ്റ്റ് ഓഫർ വഴി ഇന്ത്യക്കാർക്ക് ലഭിച്ചത്? ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി ലഭിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയുണ്ടായി അല്ലെ. അതുപോലെ തന്നെ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ലഭിച്ചു. എന്നാൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഈ വാഗ്ദാനം നിരസിക്കുകയാണ് ഉണ്ടായത്. കോൺഗ്രസും മുസ്ലിം ലീഗും ഈ വാഗ്ദാനം നിരസിച്ചു. ഓഗസ്റ്റ് ഓഫറിൽ അസംതൃപ്തനായ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്തു. 1940 വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. അങ്ങനെ 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹി ആരാണ്? വിനോബ ഭാവെയാണ്. ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹി ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണത്? വിനോബ ഭാവെയാണ്. ഈ വ്യക്തി സത്യാഗ്രഹികൾ ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ച് അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. ദില്ലി ചലോ മൂവ്മെന്റ് എന്നാണ് ആ പേര്. എന്താണ്? വ്യക്തി സത്യാഗ്രഹികൾ ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ച് അറിയപ്പെടുന്ന പേര് എന്താണ്? ദില്ലി ചലോ മൂവ്മെന്റ്. നമ്മൾ പറഞ്ഞു ഓഗസ്റ്റ് ഓഫറിൽ അസംതൃപ്തനായ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്തു അല്ലെ. എന്നാൽ വ്യക്തി സത്യാഗ്രഹത്തെ കുറിച്ച് അറിയപ്പെടുന്നത് ഗാന്ധിജി നടത്തിയിട്ടുള്ള ഏറ്റവും ദുർബലമായ പ്രക്ഷോഭമാണ് വ്യക്തി സത്യാഗ്രഹം എന്നാണ് വ്യക്തി സത്യാഗ്രഹത്തെ കുറിച്ച് അറിയപ്പെടുന്നത്. അതായത് ഗാന്ധിജി നടത്തിയിട്ടുള്ള ഏറ്റവും ദുർബലമായ പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? വ്യക്തി സത്യാഗ്രഹമാണ് അല്ലെ. വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹി ആരാണ്? വിനോബ ഭാവെ. നമ്മൾ പറഞ്ഞു ആദ്യത്തെ സത്യാഗ്രഹി വിനോബ ഭാവെയാണെന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള വ്യക്തി സത്യാഗ്രഹി ആരാണ്? കേരളത്തിൽ നിന്നുള്ള വ്യക്തി സത്യാഗ്രഹി ആരാണ്? കെ കേളപ്പനാണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഓഗസ്റ്റ് ഓഫർ വഴി ഇന്ത്യക്ക് ഒരു രാജ്യപദവി കൊടുത്തു അല്ലെ. ഏതാണ് രാജ്യപദവി? പുത്രിക രാജ്യപദവി എന്ന സങ്കല്പത്തെ ശംഷടിതമായ മരണം, അതായത് ഡെഡ് ആസ് ഡോർ നെയിൽസ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി, ഡെഡ് ആസ് ഡോർ നെയിൽസ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്.
അപ്പൊ നമ്മൾ ഓഗസ്റ്റ് ഓഫറിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? 1940 ഓഗസ്റ്റ് 8-നാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത്. വൈസ്രോയി ആരായിരുന്നു? ലിൻ ഗോ ആയിരുന്നു അല്ലെ. എന്താണ് ഓഗസ്റ്റ് ഓഫർ വഴി ഇന്ത്യക്ക് എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങളാണ് ലഭിച്ചത്? ഇന്ത്യക്ക് പുത്രിക രാജ്യപദവി ലഭിച്ചു. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയും രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകുകയുണ്ടായി. ഇതിനെല്ലാം കോൺഗ്രസും മുസ്ലിം ലീഗും ഈ വാഗ്ദാനം നിരസിച്ചു. അതുപോലെ തന്നെ ഓഗസ്റ്റ് ഓഫറിൽ അസംതൃപ്തനായ ഗാന്ധിജി ഏത് സത്യാഗ്രഹത്തിനാണ് ആഹ്വാനം ചെയ്തത്? വ്യക്തി സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്തു അല്ലെ. വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹി ആരാണ്? വിനോബ ഭാവെയാണ് അല്ലെ. കേരളത്തിൽ നിന്നുള്ള വ്യക്തി സത്യാഗ്രഹി ആരാണ്? കേളപ്പനാണ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം 1927 ബ്രസൽസിൽ വെച്ച് നടന്ന അടിച്ചമർത്തപ്പെട്ട രാജ്യസ്നേഹികളുടെ കോൺഗ്രസ് സമ്മേളനത്തിൽ, അതായത് കോൺഗ്രസ് ഓഫ് ഒപ്രസ്ഡ് നാഷണലിസ്റ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി പങ്കെടുത്ത ദേശീയ നേതാവ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി ഡോക്ടർ അൻസാരി, ഓപ്ഷൻ ഡി മോത്തിലാൽ നെഹ്റു. അപ്പോൾ 1927 ബ്രസൽസിൽ വെച്ച് നടന്ന അടിച്ചമർത്തപ്പെട്ട രാജ്യസ്നേഹികളുടെ കോൺഗ്രസ് സമ്മേളനത്തിൽ, അതായത് എന്താണ്, കോൺഗ്രസ് ഓഫ് ഒപ്രസ്ഡ് നാഷണലിസ്റ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി പങ്കെടുത്ത ദേശീയ നേതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണോ, മഹാത്മാഗാന്ധി ആണോ, ഡോക്ടർ അൻസാരി ആണോ, അതോ മോത്തിലാൽ നെഹ്റു ആണോ? ദ റൈറ്റ് ആൻസർ ഈസ് ജവഹർലാൽ നെഹ്റു. മൂന്നാമത്തെ ചോദ്യം, ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ സ്വാമി സഹജാനന്ദ, ഓപ്ഷൻ ബി NG രംഗ, ഓപ്ഷൻ സി ബ്രഹ്മദത്ത്, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സ്വാമി സഹജാനന്ദ. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? സ്വാമി സഹജാനന്ദയാണ്. ഓപ്ഷൻ ബി നോക്കിക്കേ. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ സെക്രട്ടറി ആണ് NG രംഗ. അപ്പൊ ആദ്യത്തെ പ്രസിഡന്റ് ഓപ്ഷൻ എ ആയിട്ടുള്ള സ്വാമി സഹജാനന്ദയാണ് നമ്മുടെ ആൻസർ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടോ, NG രംഗ. NG രംഗ ആരാണ്? ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ സെക്രട്ടറി ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, ബ്രഹ്മദത്ത്. ആരാണ് ബ്രഹ്മദത്ത്? നമ്മൾ പറഞ്ഞല്ലേ, ഓഗസ്റ്റ് ഓഫറിൽ അസംതൃപ്തനായ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്തു നമ്മൾ പറഞ്ഞു. അതിലെ ആദ്യത്തെ സത്യാഗ്രഹി വിനോബ ഭാവെയാണെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ മറ്റു പ്രധാന വ്യക്തി സത്യാഗ്രഹികളിൽ ഒരാളാണ് ബ്രഹ്മദത്ത്. ഓൾ ഇന്ത്യ കിസാൻ സഭ നിലവിൽ വന്നത് ലക്നൌവിലാണ്. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ പേര് ഓൾ ഇന്ത്യ പെസന്റ് യൂണിയൻ എന്നായിരുന്നു കേട്ടോ. അത് നിലവിൽ വന്ന വർഷം 1936-നാണ്. 1936 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓൾ ഇന്ത്യ പെസന്റ് യൂണിയൻ നിലവിൽ വന്ന വർഷം, പെസന്റ് യൂണിയൻ എന്ന് പറയുന്നത് കിസാൻ സഭ തന്നെയാണ്. നിലവിൽ വന്ന വർഷം ഏതാണ്? 1936 ആണ്. നാലാമത്തെ ചോദ്യം, ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1942 മാർച്ച് 22, ഓപ്ഷൻ ബി 1942 ഏപ്രിൽ 12, ഓപ്ഷൻ സി 1946 മാർച്ച് 22, ഓപ്ഷൻ ഡി 1942 ഏപ്രിൽ 22. ഏതാണ് റൈറ്റ് ആൻസർ? കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ. 1942 കിടക്കുന്നുണ്ട്, 46 കിടക്കുന്നുണ്ട്, 22 കുറെ തവണ കിടക്കുന്നുണ്ട്, മാർച്ച് കിടക്കുന്നുണ്ട്, ഏപ്രിലും കിടക്കുന്നുണ്ട്. ഏതാണ് റൈറ്റ് ആൻസർ? കറക്റ്റ് ആയിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമാണ് ഇത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 1942 മാർച്ച് 22-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, 1942 ഏപ്രിൽ 12, അതും ക്രിപ്സ് മിഷനായിട്ട് ബന്ധപ്പെട്ട ഒരു വർഷമാണ്. 1942 ഏപ്രിൽ 12-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് ഏത് ഡേറ്റിനാണ്? 1942 ഏപ്രിൽ 12-നാണ്. നമ്മുടെ ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. ഒരു ക്വസ്റ്റ്യന് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയാണ്. എന്താണ്? 1942 മാർച്ച് 22-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം. ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ വർഷം ഓപ്ഷൻ ബി ആണ്. 1942 ഏപ്രിൽ 12-നാണ് ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. ഏത്? ക്രിപ്സ് മിഷൻ. എന്താണ് ക്രിപ്സ് മിഷൻ?
രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. രണ്ടാം ലോക മഹായുദ്ധത്തില് ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരാണ്? സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആണ്. അപ്പൊ ആ പേരിൽ അല്ലെ, ആ പേര് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായി. ചെയർമാന്റെ പേരാണ് ഇട്ടിരിക്കുന്നത് അല്ലെ. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരാണ്? സർ സ്റ്റഫോർഡ് ക്രിപ്സ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1942 മാർച്ച് 22-നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയ് ആരാണ്? ലിൻലിത്ഗോ തന്നെയാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയ് ആരാണ്? ലിൻലിത്ഗോ ആണ്. ഓഗസ്റ്റ് ഓഫ് പ്രഖ്യാപിച്ച വൈസ്രോയ്മാര് തന്നെയാണ്, ലിൻലിത്ഗോ തന്നെയാണ് അല്ലെ. നമ്മൾ പറഞ്ഞു ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയ് എന്ന് പറയുന്നത് ലിൻലിത്ഗോ ആണെന്ന് പറഞ്ഞു അല്ലെ. ഇനി ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ INC പ്രസിഡന്റ് ആരാണ്? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ INC പ്രസിഡന്റ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ INC പ്രസിഡന്റ്. വൈസ്രോയ് ആരാണ്? ലിൻലിത്ഗോ ആണ്. ക്രിപ്സ് മിഷനെ ഗാന്ധിജി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻതീയതിയിട്ട ചെക്ക് എന്നാണ് ഗാന്ധിജി ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചത്. ക്രിപ്സ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധാനന്തരം പുത്രിക രാജ്യ പദവി, അതുപോലെ തന്നെ സ്വന്തമായി ഭരണഘടന എഴുതി തയ്യാറാകാനുള്ള അനുമതി. ഇത് രണ്ടും ഓഗസ്റ്റ് ഓഫറിൽ ഓൾറെഡി കൊടുത്തൊരു സംഭവങ്ങളാണ് അല്ലെ. എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾക്കെതിരെ, അത് മാത്രമല്ല പ്രതിരോധം ഒഴികെ എല്ലാ വിഷയങ്ങളും ഇടപെട്ട് പ്രവർത്തിക്കാൻ ഒരു ഇടക്കാല സർക്കാരിനെ തെരഞ്ഞെടുക്കാമെന്നും ക്രിപ്സ് മിഷന്റെ ഒരു പ്രധാന നിർദ്ദേശമായിരുന്നു. എന്നാൽ ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടു. എന്താണ് കാരണം? കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ സംഘടനകളുടെ എതിർപ്പ് ക്രിപ്സ് മിഷന്റെ പരാജയത്തിന് ഒരു കാരണമാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ വാദം അംഗീകരിക്കാതിരുന്നതിനാൽ മുസ്ലിം ലീഗ് ക്രിപ്സ് മിഷനെ എതിർത്തു. പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാൽ മുസ്ലിം ലീഗ് ക്രിപ്സ് മിഷനെ എതിർക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ക്രിപ്സ് മിഷന് ഗാന്ധിജിയുടെ പിന്തുണ നേടാനായില്ല. അങ്ങനെ ഈ 3 കാര്യങ്ങൾ കൊണ്ട് ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടു. അപ്പോ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1942 മാർച്ച് 22-നാണ് അല്ലെ. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണം നിയോഗിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ് അല്ലെ. ആ സമയത്ത് ഇന്ത്യൻ വൈസ്രോയ് ആരാണ്? ലിൻലിത്ഗോ ആണ് അല്ലെ. INC പ്രസിഡന്റ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ക്ലിയർ അല്ലേ? 5-ാമത്തെ ചോദ്യം, ഞാൻ പോയാൽ അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കും. ഈ വാക്കുകളിലൂടെ മഹാത്മാഗാന്ധി ഉദ്ദേശിച്ച വ്യക്തി ആരാണ്? ഞാൻ പോയാൽ അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കും. ഈ വാക്കുകളിലൂടെ മഹാത്മാഗാന്ധി ഉദ്ദേശിച്ച വ്യക്തി. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി സി രാജഗോപാലാചാരി, ഓപ്ഷൻ സി വിനോബ ഭാവെ, ഓപ്ഷൻ ഡി VD സവർക്കർ. ആരാണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ഞാൻ പോയാൽ അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കും. ഈ വാക്കുകളുടെ മഹാത്മാഗാന്ധി ഉദ്ദേശിച്ച വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 6-ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ യൂസഫ് മെഹർ അലി, ഓപ്ഷൻ ബി അരുണ അസഫ് അലി, ഓപ്ഷൻ സി ജയപ്രകാശ് നാരായണൻ, ഓപ്ഷൻ ഡി റാം മനോഹർ ലോഹിയ. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ഈ ഓപ്ഷൻസിൽ എയും ബിയും സിയും ഡിയും ക്വിറ്റ് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട നേതാക്കളാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതണം. ക്വിറ്റ് ഇന്ത്യനെ കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ച ഒരാൾക്ക് മാത്രമാണ് കറക്റ്റ് ആയിട്ട് ആൻസർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ച വ്യക്തി ആരാണ്? റൈറ്റ് ആൻസർ നമുക്ക് നോക്കാം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ യൂസഫ് മെഹർ അലി. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? യൂസഫ് മെഹർ അലിയാണ്. 2-ാമത്തെ ഓപ്ഷൻ നോക്കൂ. അരുണ അസഫ് അലി, അതുപോലെ തന്നെ ജയപ്രകാശ് നാരായണൻ, അതുപോലെ തന്നെ റാം മനോഹർ ലോഹിയ. 3 ഓപ്ഷൻസ്. അരുണ അസഫ് അലി, ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹിയ എന്ന് പറയുന്നവർ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവരാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായിക എന്നറിയപ്പെടുന്നതാണ് അരുണ അസഫ് അലി. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായകനാണ് ജയപ്രകാശ് നാരായണൻ. ഓക്കെ,
അപ്പോൾ യൂസഫ് മെഹ്റലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി. അരുൺ ആസഫ് അലി ആരാണ്? ക്വിറ്റ് ഇന്ത്യ എന്ന പ്രക്ഷോഭത്തിന്റെ നായകനാരാണ്? ജയപ്രകാശ് നാരായണനാണ്. ഓക്കെ, 3 നേതാക്കളാണ്. പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? അരുൺ ആസഫ് അലി, ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹിയ. നമ്മൾ പറഞ്ഞു 1942 മാർച്ച് 22 ഇന്ത്യയിൽ എത്തിയ ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടു അല്ലെ. അത് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ വർഷം 1942 ഏപ്രിൽ 12 ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1942 തന്നെയാണ്. ക്രിപ്സ് മിഷൻ അതേ വർഷം തന്നെയാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത്, 1942. ക്വിറ്റ് ഇന്ത്യ സമയത്തെ വൈസ്രോയി ആര് തന്നെയാണ്? ലിൻലിത് ഗോ തന്നെയാണ്. അപ്പോൾ ലിൻലിത് ഗോ വൈസ്രോയി ആയിരിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് ഓഫർ സംഭവിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ക്രിപ്സ് മിഷൻ സംഭവിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവും നടന്നിട്ടുണ്ട്. ബോംബെയിൽ നടന്നിട്ടുള്ള INCയുടെ സ്പെഷ്യൽ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ആ പാസാക്കിയ വർഷം ചോദിച്ചിട്ടുണ്ട്, 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? യൂസഫ് മെഹ്റലിയാണ് അല്ലെ. ചരിത്രപ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്നും അധികാരം കൈമാറണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുകയാണുണ്ടായത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചിട്ടാണ്. ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന പേരിലാണ്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. എന്നാൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ടത് ഓഗസ്റ്റ് 8. ഓക്കെ, പക്ഷെ ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 9. ഗാന്ധിജി തന്റെ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രത്തിന്റെ പേര് എന്താണ്? ഗാന്ധിജി തന്റെ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രം ഏതാണ്? ഹരിജൻ എന്നുള്ള പത്രമായിരുന്നു. ഓക്കെ, ഗാന്ധിജി തന്റെ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രം ഏതാണ്? ഹരിജൻ. നമ്മൾ പറഞ്ഞായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവരാണ് അരുൺ ആസഫ് അലി, ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹിയ അല്ലെ. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുൺ ആസഫ് അലിയാണ്. സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായണനാണ് അല്ലെ. ക്വിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം ഏതാണ്? ഡു ഓർ ഡൈ അല്ലെ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നമ്മൾ പറഞ്ഞു ക്വിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ്. എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിം ലീഗുകാർ ഉയർത്തിയ മുദ്രാവാക്യം വിഭജിക്കുക, പുറത്തു പോകുക, ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്നാണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മലബാറിൽ ഒരു പ്രക്ഷോഭം നടന്നു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ ഒരു പ്രക്ഷോഭം നടക്കുകയുണ്ടായി. അതിന്റെ പേരെന്താണ്? കീഴരിയൂർ ബോംബ് കേസ് എന്നാണ്. കീഴരിയൂർ ബോംബ് കേസിന്റെ നേതാവ് ഡോക്ടർ KB മേനോനാണ്. നമ്മൾ പറഞ്ഞു ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറഞ്ഞു. കീഴരിയൂർ ബോംബ് കേസിന്റെ നേതാവ് ആരാണ്? ഡോക്ടർ KB മേനോൻ ആണെന്നും പറഞ്ഞു. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് US അരങ്ങേറിയ ഒരു ഹിന്ദി നാടകത്തിന്റെ പേര് എന്താണ്? വന്ദേ മാതരം എന്നാണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് US അരങ്ങേറിയ ഹിന്ദി നാടകം ഏതാണ്? വന്ദേ മാതരം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വധിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വനിതയാണ് മാതംഗിനി ഹസ്ര. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയ പൂനെയിലെ കൊട്ടാരം ഏതാണ്? ആഗാഖാൻ കൊട്ടാരമാണ്. ആഗാഖാൻ കൊട്ടാരം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേ? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വധിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വനിത ആരാണ്? മാതംഗിനി ഹസ്രയാണ്. ഗാന്ധിജി തടവിലാക്കിയ പൂനെയിലെ കൊട്ടാരം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയ പൂനെയിലെ കൊട്ടാരം ഏതാണ്? ആഗാഖാൻ കൊട്ടാരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് പറയും? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റമായിട്ടാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ കണക്കാക്കപ്പെടുന്നത്. 1857 വിപ്ലവം പോലെ ഏറ്റവും ഗുരുതരമായ ഒരു വിപ്ലവം എന്ന് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ വിശേഷിപ്പിച്ച വൈസ്രോയി ആരാണ്? ലിൻലിത് ഗോയാണ്. അപ്പോൾ ഇന്ത്യൻ ബഹുജന സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റമാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. 1857 വിപ്ലവം പോലെ ഏറ്റവും ഗുരുതരമായ ഒരു വിപ്ലവം എന്ന് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ വിശേഷിപ്പിച്ച വൈസ്രോയി ആണ് ലിൻലിത് ഗോ.
ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിനെതിരെ ആസാദ് ദസ്ത എന്ന സംഘടന രൂപീകരിച്ച വ്യക്തിയാണ് ജയപ്രകാശ് നാരായണൻ. അതായത് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ. സമര നായിക ആരാണ്? അരുണ ആസഫ് അലി അല്ലെ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒരു രഹസ്യ റേഡിയോ സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നു. ആ രഹസ്യമായി പ്രവർത്തിച്ച റേഡിയോ സ്റ്റേഷന്റെ പേര് എന്താണ്? സീക്രട്ട് കോൺഗ്രസ് റേഡിയോ. സീക്രട്ട് കോൺഗ്രസ് റേഡിയോയുടെ സംഘാടകയാണ് ഉഷ മേത്ത. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരെ ദുർഭരണത്തിനെതിരെ ആസാദ് ദസ്ത എന്ന സംഘടന രൂപീകരിച്ച വ്യക്തി ക്വിറ്റ് ഇന്ത്യ സമര നായകനായിട്ടുള്ള ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് രഹസ്യമായി പ്രവർത്തിച്ച റേഡിയോ സ്റ്റേഷൻ ഏതാണ്? സീക്രട്ട് കോൺഗ്രസ് റേഡിയോ ആണ്. സീക്രട്ട് കോൺഗ്രസ് റേഡിയോയുടെ സംഘാടക ആരാണ്? ഉഷ മേത്ത. എട്ടാമത്തെ ചോദ്യം, INA വിചാരണ സമയത്ത് INAക്ക് വേണ്ടി ഹാജരായ വക്കീൽ. INA വിചാരണ സമയത്ത് INAക്ക് വേണ്ടി ഹാജരായ വക്കീൽ ആരാണെന്നാണ് ചോദ്യം. INA എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ആർമി. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഭുലാഭായ് ദേശായി, ഓപ്ഷൻ ബി ആസഫ് അലി, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ഡി സി രാജഗോപാലാചാരി. INA വിചാരണ സമയത്ത് INAക്ക് വേണ്ടി ഹാജരായ വക്കീൽ ആരാണ്? The right answer is option A, ഭുലാഭായ് ദേശായി. INA വിചാരണ സമയത്ത് INAക്ക് വേണ്ടി ഹാജരായ വക്കീൽ ആരാണ്? ഭുലാഭായ് ദേശായി. INA എന്താണ്? ഇന്ത്യൻ നാഷണൽ ആർമിയാണ് അല്ലെ. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ്, INAയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫുമാര് തന്നെയാണ് മോഹൻ സിംഗ് തന്നെയാണ്. INAയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ്. INAയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ്. ഇന്ത്യൻ നാഷണൽ ആർമി അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ആസാദ് ഹിന്ദ് ഫൗജ് എന്നാണ്. അപ്പോൾ INA അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ആസാദ് ഹിന്ദ് ഫൗജ് എന്നാണ്. INAയുടെ മുൻഗാമി ആരാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ്. 1942 സെപ്റ്റംബറിൽ INAയുടെ ഒന്നാം വിഭാഗം രൂപീകരിക്കാൻ സഹായിച്ച രാജ്യം ജപ്പാനാണ്. 1942 സെപ്റ്റംബറിൽ INAയുടെ ഒന്നാം വിഭാഗം രൂപീകരിക്കാൻ സഹായിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ്. ജപ്പാൻ INAക്ക് കൈമാറിയ ഇന്ത്യൻ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ജപ്പാൻ INAക്ക് കൈമാറിയ ഇന്ത്യൻ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന് ലഭിക്കാൻ കാരണമായ സമ്മേളനം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന് ലഭിക്കാൻ കാരണമായിട്ടുള്ള സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഈസ്റ്റ് ഏഷ്യൻ നാഷണൽ അസംബ്ലിയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അറിയപ്പെട്ടിരുന്ന പേര് എന്തായിരുന്നു? ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന പേരിലായിരുന്നു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അറിയപ്പെട്ടിരുന്നത്. INA സേന വിഭാഗങ്ങൾ ബ്രിട്ടീഷ് സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ വർഷമാണ് 1945. INAയിൽ പ്രവർത്തിച്ച പട്ടാളക്കാരുടെ വിചാരണ നടന്ന സ്ഥലം റെഡ് ഫോർട്ട് ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. INAയിൽ പ്രവർത്തിച്ച പട്ടാളക്കാരുടെ വിചാരണ നടന്ന സ്ഥലം ഏതാണ്? റെഡ് ഫോർട്ട് ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. INA വിചാരണ സമയത്ത് INAക്ക് വേണ്ടി ഹാജരായ വക്കീൽ ആരാണെന്നാണ് പറഞ്ഞത്? ഭുലാഭായ് ദേശായി ആണ് അല്ലെ. ആ വിചാരണ നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. 9ാമത്തെ ചോദ്യം, സുഭാഷ് ചന്ദ്രബോസ് INAയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയ വർഷം ഏതാണ്? സുഭാഷ് ചന്ദ്രബോസ് INA അതായത് ഇന്ത്യൻ നാഷണൽ ആർമി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയ വർഷം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1943, ഓപ്ഷൻ ബി 1944, ഓപ്ഷൻ സി 1945, ഓപ്ഷൻ ഡി 1942. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയ വർഷം ഏതാണ്? The right answer is option A, 1943. സുഭാഷ് ചന്ദ്രബോസ് INAയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയ വർഷം ഏതാണ്? 1943 ആണ്. സുഭാഷ് ചന്ദ്രബോസ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. ആ കരുതപ്പെടുന്ന വർഷം ഏതാണ്? 18 ഓഗസ്റ്റ് 1945. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ട വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 18 ഓഗസ്റ്റ് 1945 വിമാനാപകടത്തിലാണ് കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ജസ്റ്റിസ് മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, GD ഗോസ്ല കമ്മീഷൻ. ഓക്കെ, 3 കമ്മീഷനാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം അന്വേഷിച്ചത്. ആ കമ്മീഷൻ ഏതൊക്കെയാണ്? ജസ്റ്റിസ് മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, GD ഗോസ്ല കമ്മീഷൻ. സുഭാഷ് ചന്ദ്രബോസിന് INAയുടെ നേതൃത്വം കൈമാറിയ വ്യക്തി രാജ് ബിഹാരി ബോസ് ആണ്.
സുഭാഷ് ചന്ദ്രബോസിന് INA ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം കൈമാറിയ വ്യക്തി ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. INA നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസിനൊപ്പം സായുധ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്ത വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. INA നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസിനൊപ്പം സജീവമായി പങ്കെടുത്ത വനിത ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ ആണ്. INA പടയണി ഗാനം ഏതാണ്? കദം കദം ബഡായേ ജാ. കദം കദം ബഡായേ ജായാണ് INA പടയണി ഗാനം. INA പടയണി ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രാം സിംഗ് താക്കൂർ ആണ്. INA പതാക ഏതാണ്? ചാടുന്ന കടുവയുടെ ചിത്രമുള്ള ത്രിവർണ പതാകയാണ് INA പതാക എന്ന് പറയുന്നത്. അപ്പൊ INA പടയണി ഗാനം കദം കദം ബഡായേ ജാ. INA പടയണി ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രാം സിംഗ് താക്കൂർ. INA പതാക ഏതാണ്? ചാടുന്ന കടുവയുടെ ചിത്രമുള്ള ത്രിവർണ പതാക. 10ാമത്തെ ചോദ്യം, സിംല കോൺഫറൻസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിംല കോൺഫറൻസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ക്രിപ്സ് മിഷൻ, ഓപ്ഷൻ ബി ഓഗസ്റ്റ് ഓഫർ, ഓപ്ഷൻ സി റൗലറ്റ് ആക്ട്, ഓപ്ഷൻ ഡി വേവൽ പ്ലാൻ. സിംല കോൺഫറൻസ് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വേവൽ പ്ലാൻ. സിംല കോൺഫറൻസ് വേവൽ പ്ലാനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്ന പേരാണ് സിംല കോൺഫറൻസ്. വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്ന ഏത് പേരിലാണ്? സിംല കോൺഫറൻസ് എന്ന പേരിലാണ്. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ്രോയ് വേവൽ പ്രഭു ആണ്. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷം 1945 ജൂൺ 14 വേവൽ പ്ലാൻ കുറേ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചായിരുന്നു. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. ഒരു ഇടക്കാല സർക്കാരിനെ തെരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ തെരഞ്ഞെടുക്കുന്ന ഇടക്കാല സർക്കാരിൽ ഹിന്ദു മുസ്ലിം പ്രാതിനിധ്യം തുല്യമായിരിക്കുക. പ്രതിരോധം ഒഴികെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഭരണ സ്വാതന്ത്ര്യം ഇടക്കാല സർക്കാരിന് നൽകുക. അതുപോലെ തന്നെ വകുപ്പുകളിൽ ഇടപെടാനുള്ള അധികാരം ഗവർണർ ജനറലിനും മുഖ്യ സൈന്യാധിപനും മാത്രമായി ചുരുക്കുക. ഗവർണർ ജനറലിനെ തെരഞ്ഞെടുക്കുന്ന സർക്കാരിന്റെ തീരുമാനങ്ങളെ വീറ്റോ ചെയ്യാനുള്ള അധികാരം ഉണ്ടാകുക എന്നുള്ള നിർദ്ദേശങ്ങളാണ് വേവൽ പ്ലാൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ വേവൽ പ്ലാൻ പരാജയപ്പെടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുസ്ലിം ലീഗിൽ അംഗത്വമില്ലാത്ത ഒരു മുസ്ലിമിനും വൈസ്രോയുടെ കൗൺസിൽ അംഗത്വം നൽകിയിരുന്ന ജിന്നയുടെ ആവശ്യത്തെ വേവൽ പ്രഭു തള്ളിക്കളഞ്ഞു. കൗൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ നിന്നും കോൺഗ്രസും മുസ്ലിം ലീഗും വിട്ടുനിന്നോടെ സിംല കോൺഫറൻസ് അലസി പിരിയാണ് ഉണ്ടായത്. നമ്മൾ പറഞ്ഞു വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്നത് സിംല കോൺഫറൻസ് എന്ന പേരിലാണ് അല്ലെ. സിംല കോൺഫറൻസിൽ ഏതൊക്കെ അംഗങ്ങളാണ്, എത്ര അംഗങ്ങളാണ് പങ്കെടുത്തത്? 21 അംഗങ്ങളാണ് പങ്കെടുത്തത്. ആരൊക്കെയാണ്? വേവൽ പ്രഭുവിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ്, ലീഗ്, അധകൃത വർഗ്ഗക്കാർ, യൂറോപ്യൻ സംഘങ്ങൾ എന്നിവരുടെ പ്രതിനിധികൾ അടങ്ങുന്ന 21 അംഗ സംഘത്തെ സിംലയിൽ വിളിച്ചുകൂട്ടി. അതാണ് സിംല കോൺഫറൻസ് എന്ന് പറയുന്നത്. സിംല കോൺഫറൻസ് നടന്നത് 1945 ജൂൺ 25 മുതൽ ജൂലൈ 14 വരെയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? വേവൽ പ്രഭു ആണ്. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1945 ജൂൺ 14 വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്നത് സിംല കോൺഫറൻസ് എന്നാണ്. സിംല കോൺഫറൻസ് നടന്നത് ഏത് വർഷം തൊട്ട് ഏതുവരെയാണ്? 1945 ജൂൺ 25 മുതൽ ജൂലൈ 14 വരെയാണ് അല്ലെ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ടോപ്പിക്കിലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളിലെ ഭാഗം 4 ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ഓഗസ്റ്റ് ഓഫർ, ഓൾ ഇന്ത്യ കിസാൻ സഭ, ക്രിപ്സ് മിഷൻ, ഇന്ത്യൻ നാഷണൽ ആർമി, INA തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ലിൻലിത് ഗോയ് ആണെന്ന് പറഞ്ഞു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആര് തന്നെയാണ്? ലിൻലിത് ഗോ തന്നെയാണ്. ക്വിറ്റ് ഇന്ത്യ സമയത്തെ വൈസ്രോയും ആര് തന്നെയാണ്? ലിൻലിത് ഗോയ് ആണ്. അപ്പോൾ ലിൻലിത് ഗോ എന്നുള്ള വൈസ്രോയി എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും. ഏതൊക്കെയാണ്? ഓഗസ്റ്റ് ഓഫർ, വർഷം ഏതാണ് ഓഗസ്റ്റ് ഓഫറിന്റെ? 1940 ഓഗസ്റ്റ് 8 അല്ലെ. ക്രിപ്സ് മിഷൻ വർഷം ഏതാണ്? ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1942 മാർച്ച് 22 അല്ലെ. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരം 1942. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? സ്വാമി സഹജാനന്ദയാണ് അല്ലെ. സെക്രട്ടറി ആരാണ്? NG രംഗയാണ്. ഓൾ ഇന്ത്യ പെസൻ യൂണിയൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1936 ഓൾ ഇന്ത്യ പെസൻ യൂണിയൻ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ പഴയ പേരാണ്. ഓൾ ഇന്ത്യ പെസൻ യൂണിയൻ നിലവിൽ വന്ന വർഷം 1936. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമേ ഉപയോഗിച്ച വ്യക്തി യൂസഫ് മെഹർ അലിയാന്ന് പറഞ്ഞു.
ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫ് അലി, സമരനായകൻ ജയപ്രകാശ് നാരായൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. അതുപോലെ തന്നെ INA കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്? ഇന്ത്യൻ നാഷണൽ ആർമി 1942 നിലവിൽ വന്നത്. അതുപോലെ വേവൽ പ്ലാൻ എന്താണെന്ന് പറഞ്ഞു, സിംല കോൺഫറൻസ് എന്താണെന്ന് പറഞ്ഞു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.